എത്ര കിലോമീറ്റർ ആണോ പോകണ്ടേ? ഇനിയും 4 കിലോമീറ്റർ ഉണ്ട് സാർ. സഹദേവൻ ആളുകളോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ. ഓക്കെ സാർ ബ്ലഡിന്റെ സാമ്പിൾ എടുത്തു. വെരി ഗുഡ്. യെസ് ഡാനി. I'll be in to call him by evening. Sagadev will be there to receive you. Okay. See you soon. കരീം. സ്പോട്ട് കണ്ടുപിടിച്ചു സാർ. മുങ്ങുന്നവരെല്ലാം റെഡിയാണ്. ഓക്കെ, ക്യാരി ഓൺ. ചാടിക്കോ. ബോട്ട് റെഡിയാണല്ലോ. സഹദേവൻ ആൾക്കാരും കൂടെ കടലിലേക്ക് പോകാൻ. മന്ത്രി സിറ്റി വിട്ടു പോകുന്ന സമയം വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വിട്ടേക്ക്. സത്യ വാ. ചിറ്റപ്പ ഞാൻ ഇങ്ങോട്ട് വാ മോളെ, വാ. പൊക്ക കുറച്ചുകൂടെ വലിക്ക. സൂക്ഷിച്ച്. എവിടാന്ന് മനസ്സിലായി സാർ. പോസ്റ്റ്മോർട്ടം ഫോർമാലിറ്റീസ് തുടങ്ങിക്കോളൂ. രാത്രിയിലൊരു പ്രൈവറ്റ് പാർട്ടി വെച്ചിട്ടുണ്ട്. സാറും കൂടി ഉണ്ടായിരുന്ന നന്നായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്ത് ബന്ധം പകൽ മാത്രം മതി. ഹലോ സാർ DNA ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ അയച്ചു. ഓക്കെ. ആ സഹദേവന്റെ സെല്ലിൽ റീച്ച് ആവുന്നില്ല സാർ. അവന്റെ നമ്പറിലേക്ക് ഒരു ഡമ്മി മെസ്സേജ് വേഗം കൊടുക്ക്. സിഗ്നൽ കിട്ടിയാണ് ഡെലിവറി റിപ്പോർട്ട് ചെയ്യും. ഓക്കെ സാർ. വെൽക്കം സാർ. വരൂ. നമസ്കാരം. സഹദേവൻ സിഗ്നലിൽ വന്നു സാർ. ഡാനി സാർ ചേഞ്ച് ഡ്രസ്. വാട്ട്? ഹാർബർ വർക്കർ ഡ്രസ്. സേഫ്റ്റി നോ ഡൗട്ട്സ്. Safety അതെ. for me? ഗെറ്റ് റെഡി. ഓക്കെ സാർ. സാർ Yes, sir. ഞങ്ങൾ ബോട്ടിൽ വന്നോണ്ടിരിക്കുകയാണ് സാർ. വേഗം പാടും. സഹദേവൻ വന്നുകൊണ്ടിരിക്കുക സാർ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. പോകോ. ഹാർബറിൽ പോലീസുകാർ കാത്തു നിൽക്കുക. എന്ത്? വെൽക്കം ഡാനി സാർ, വെൽക്കം. All my area this is. Danny, sir, after 12 years, you're stepping on the land. Yes. ബൈ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അവിടെ ഉണ്ട്. ഓടിക്കോ. ബൈ. ഡാനി കൂടെ ഉണ്ട്. ഡാനി ആരാണെന്ന് പോലീസിന് അറിയില്ല. നീ രക്ഷപ്പെട. ഡാനി സാർ, പോലീസ് റൗണ്ട് അപ്പ്. Why? No arrest. I arrest. What should we do now? You no run. I run. കൂടെ ഉണ്ടായിരിക്കണം. വണ്ടി എടുക്കണ, വേഗം എടുക്കേ. Don't panic. എന്തിനാ സാറേ എന്നെ പിടിക്കുന്നേ? ഞാൻ ബായയുടെ ആളാ, മനസ്സിലായോ? അറസ്റ്റ് ചെയ്യും. വണ്ടിയുടെ അടുത്ത്. Danny, sir. Just be cool. Who are you? What's your name? I am Michael Kong. What are you doing here? I work on the ships. Show me your passport. What are you doing with him? Sightseeing. Eating fresh fish. Having fun. I don't want to see you with again. കരീം സാർ. അവരുടെ രണ്ടുപേരുടെയും വർക്ക് പെർമിറ്റും വിസയും ചെക്ക് ചെയ്യേ. യെസ് സാർ. പാസ്പോർട്ട്. ഗീവ് പാസ്പോർട്ട്. Indian police. What did you say? What? What did you say about Indian police? Nothing. നീ എന്താ പറഞ്ഞേ?
ഇന്ത്യൻ പോലീസ്? സാർ അടിക്കരുത്, സാർ അടിക്കരുത്. സാർ വിസയും ഇല്ല, വർക്ക് പെർമിറ്റും ഇല്ല സാർ. ഇല്ലീഗൽ എൻട്രി. സാർ ഓൾമോസ്റ്റ് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു. രംഗരാജേ, ആ പറയ് ബായി. ഡാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡാനി ആരെന്നറിയാതെ അറസ്റ്റ് ചെയ്തിരിക്കുന്നേ. ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോവാ. ആവശ്യമില്ലാതെ ഒന്നും കയറി ചെയ്താൽ ഡാനിയെ കൊടുക്കരുത്. ഞാൻ MLA-യോ MB-യെ കൊണ്ട് സംസാരിപ്പിച്ചോളാം. പോലീസേ, ഒരു വിദേശിയുടെ മേളാണ് നീ കൈവച്ചത്. എംബസി നിങ്ങളൊക്കെ കുടുങ്ങും. അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാ ഞങ്ങളൊക്കെ പേടിക്കുമെന്നാ. ധൈര്യമായിട്ടൊക്കെ വാ. പോലീസേ, ഈ കാര്യം അറിഞ്ഞ സംഭവിക്കണോ? എന്താ പേടിപ്പിക്കുവാ? ഒറ്റ വെക്കുന്നോ? മിണ്ടരുത്. ഹലോ, ഞാൻ MLA സംസാരിക്കുന്നത്. DSP ഉണ്ടോ? DSP ലാൻഡ് ലൈനിൽ സംസാരിച്ചോണ്ടിരിക്കുക സാർ. ഫോൺ കൊടുക്കണോ? എത്ര തവണ വിളിക്കണോ? തവണ വിളിച്ചാൽ സാർ ഇവിടെ ഇല്ല. MP ആ സംസാരിക്കുന്നത്. സഹദേവനെ ഒരു വിദേശിയെയും നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞു കേട്ടല്ലോ. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സാർ PM-നോ മിനിസ്റ്റർക്കോ ഫോൺ ചെയ്തായിരുന്നോ? ഒരു തെമ്മാടി അറസ്റ്റ് ചെയ്തതിനു വേണ്ടി സാർ ഡയറക്റ്റായിട്ട് ഫോൺ ചെയ്തു അല്ലേ? വളരെ നന്നായിട്ടുണ്ട് സാർ. ഞാൻ ചാത്താംകുളത്ത് MLA സംസാരിക്കുന്നത്. സാറേ നമസ്കാരം. സാറിന്റെ കുളത്തിലും മീൻ കുളത്തിലൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? DSPയുടെ ഫോൺ കൊടുക്കണോ? സാർ DSP ചെന്നൈയിൽ റെക്കോർഡിംഗിലാ ഉള്ളത്. എടാ എന്താടാ ഈ പറയുന്നേ? ആ മ്യൂസിക് ഡയറക്ടർ ദേവി ശ്രീ പ്രസാദ് ഇല്ലേ, അതിന്റെ ചുരുക്കപ്പേരെ DSP. തമാശ കളിക്കാടാ, അടിച്ചു തന്നെ ഉണ്ടല്ലോ. എടോ ആദ്യം പുറത്തു വിട്. ആരെ പുറത്തിറക്കും? ആരെയും അകത്ത് പിടിച്ചു വെച്ചിട്ടില്ലേ, തുറന്നു വിട്. അപ്പൊ ആരകത്തിരിക്കുന്ന അറിയാണ്ട് ഈ റെക്കമെൻഡേഷൻ? പറയേ. ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ലെന്ന്. അവനെ 10 മിനിറ്റ് നേരത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാ. ഡാനിയെയും സഹദേവിനെയും ഞാൻ പുറത്തു കൊണ്ടുവരാം. ഓക്കെ സാർ, ഒരു ചെറിയ പ്രശ്നം. സാർ. നരസിംഹൻ, യെസ് സാർ. എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഉടനെ ഓഫീസിലേക്ക് വാ. എന്താ സാർ ഇത്രയും ഫോണിയാക്ക്? നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ രംഗരാജ് ഇൻഡയറക്റ്റായിട്ട് കളിക്കാൻ തുടങ്ങി. അന്ന് സഹായത്തെ പെണ്ണ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും അടുത്ത ദിവസം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ജാമ്യത്തിൽ ഇറക്കിയത്. ഇത്രയും ആൾക്കാർ അവനെ ഇറക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇതിലെന്തോ കളിയുണ്ട്. ഇന്ന് രാത്രി തന്നെ റിമാൻഡ് ചെയ്യണം. പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിക്കോളൂ. SP ഓഫീസിൽ പോകണം. അവരുടെ ഫയൽസ് എടുത്തോണ്ട് വാ. സാർ, ഒരു കാര്യം ചെയ്യ്, ആ ലോക്കപ്പിന്റെ താക്കോലോടി എടുത്തു. ഓക്കെ സാർ. എടാ, പോയില്ലടാ. വേഗം പോടാ. സാറേ SP അദ്ദേഹം പുറത്തു പോയേക്കോ, വന്നാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് വരാൻ പറഞ്ഞാണല്ലോ. നിങ്ങൾ അകത്ത് വെയിറ്റ്. സാർ. ഞാൻ കൺട്രോൾ റൂമിൽ ചെന്നിട്ട് പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. Carry on. സാറെ കേൾക്കുമ്പോഴേ തല ചുറ്റുന്നു സാർ. ഒരു ഇന്റർനാഷണൽ ക്രിമിനലിന്റെ കൂടെയാണ് അവർ ലിങ്ക് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ വന്നു കഴിഞ്ഞു. ഒരു തന്നെ വെറുതെ വിടരുത്. അടിക്കേ. അങ്ങനെ തന്നെ. നരസിംഹൻ താക്കോൽ എടുത്തോണ്ട് പോയി. കുത്തി പൊളിക്കടാ. വേഗം ആട്ടെ. ഫോൺ അടിക്കുന്നു സാർ, ആരും എടുക്കുന്നില്ല. വേഗം പൊളിക്കടാ. വേഗം വേണം. അങ്ങനെ തന്നെ. ഡാനി സാർ വന്നോട്ടെ. ഒന്നിനെ വിടില്ല. സാർ, നമ്മുടെ സ്റ്റേഷന് തീ പിടിച്ചെന്നാ തോന്നുന്നേ. ആരെയും കാണുന്നില്ല സാർ.
സഹദേവന്റെ ആൾക്കാര് സെല്ല് തകർത്തിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു സർ. അയ്യോ നമ്മുടെ കരീം സാറിന് എന്ത് പറ്റി? കരീം സാറിന് കുത്തി സാർ. കരീം കരീം എന്ത് പറ്റി? കരീം ആംബുലൻസ് ആംബുലൻസ് വിളിക്കാൻ. വേഗം പോ. മാരാരിയിലുള്ള D3 പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. ധാരാളം പോലീസുകാർക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. കുറ്റവാളികൾ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. സർ അർജന്റായിട്ട് ബോട്ട് എടുക്ക് പ്ലീസ്. Why? 2 ക്രിമിനൽസ് ജയിൽ ചാടി രക്ഷപ്പെട്ടു സർ. കടലിലേക്ക് പോകാനാണ് സാധ്യത. SP ഓർഡർ ഇല്ലാതെ ബോർഡ് എടുക്കാൻ രണ്ടുപേരും കഴിയില്ല. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ SP ഓർഡർ MLA ഓർഡർ എന്ന് പറഞ്ഞ് റൂൾ പറയുന്നു. ബോട്ട് എടുക്കാൻ. We are central government officer. You are from state government. Get out from here. വിട്ടുതരാൻ വേണ്ട, പറയുന്നു. താനൊന്നും നിനക്ക് പറയണ്ട. വിവരമില്ലടാ. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ദാമോദര, ഇവന്മാരെല്ലാം അവന്റെ ആൾക്കാരാ. ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും പോ. നീലകണ്ഠൻ, ഒരു ബോട്ട് പോലും മിസ്സാവരുത്. വേഗം ചെക്ക് ചെയ്യാൻ നോക്ക്. ചെല്ല്. റേസിയ സഹായത്തിന് കൂട്ടുകാരെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അവന്റെ ആൾക്കാരെ ഒന്നിനെ വിടരുത്. വണ്ടി എടുക്ക്. എടുക്ക് വണ്ടി. മാണിക്കിനെ ലോറൻസിന്റെ വീടാ. ഇല്ല സാർ. അറിയില്ല. സാർ, കൊണ്ടുപോടെ. എവിടെയാണോ? പറയടാ, എവിടെ? എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു. സാർ, തുരുത്തി ഔട്ട് പോസ്റ്റ് എന്റെ കൺട്രോളിലാണുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവോ? ഈ ഏരിയയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ മുൻകൂട്ടി എന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. സാറേ, അവരാണ് സഹദേവന്റെ ഭാര്യ. വരൂ സാറുമാരെ, വരൂ. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ? എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ടോ? ഞാൻ ഈ മണ്ണെണ്ണ മുഴുവൻ ഒഴിച്ച് കൊളുത്തി ചത്തകളയും. എന്നെ പിടിച്ചോണ്ട് പോവും. സാർ, അവിടെ സഹദേവന്റെ വീട്ടിൽ നിങ്ങൾ എന്തോ ചെയ്യുക? അവന്റെ വൈഫിനെ എൻക്വയറിക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാർ. അവന്റെ ഭാര്യ മണനൊഴിച്ച് ചത്ത ഞാൻ വേണം മേലുദ്യോഗസ്ഥരോട് സമാനം പറയാൻ. അതെല്ലാം നിർത്ത്. സാർ, രാവിലെ എന്റെ ഓഫീസിൽ വന്ന് കാണാം. എന്തായി? ഡാനിയെ ഷിപ്പിൽ കയറ്റി വിട്ടു. ശരി ശരി, കന്യാകുമാരിയിലേക്ക് വിട്ടോ. ഞാൻ പറയുന്നത് വരെ അവിടെ തന്നെ കഴിഞ്ഞോണം. ഓക്കെ ബൈ, ഓക്കെ ബൈ. വരൂ സാർ. എനിക്കൊന്നുമില്ല സാറേ. രക്തം കുറെ പോയത് കൊണ്ട് മയങ്ങിപ്പോയി സാറേ. സാർ സാർ സംസാരിക്കരുത്. സർ, പ്ലീസ്, പോലീസുകാർക്ക് എന്ത് പറ്റി? സാർ, പോലീസ് സ്റ്റേഷൻ എത്ര പേർക്കാണ് പരിക്കേറ്റത്? ഒന്ന് പറയൂ സർ, പ്ലീസ്. സഹദേവന്റെ കൂടെ രക്ഷപ്പെട്ട വിദേശീയരാണ് സാർ. അറിയില്ല. ഡാനി, ആർ യു സേഫ്? I am safe, Tangraj, but not okay. I'm sorry. Sorry is not enough. Nobody has even had the guts to touch me, but he slapped me. Kill that police dog and tell me that you have buried him somewhere. Until then, I can't sleep. I will do. എന്താ ഇത്? ഇന്നലെ രാത്രി എല്ലാ പോലീസുകാരുടെ എനർജി വേസ്റ്റ് ചെയ്തല്ലോ. സിറ്റി മുഴുവൻ ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചല്ലോ. ഐ ആം ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ അഗൈൻസ്റ്റ് യു. തന്നെ ഞാൻ 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ മുകളിൽ കൈവച്ച് അവര് രക്ഷപ്പെട്ടതിൽ നിങ്ങൾക്ക് പങ്കില്ലെന്ന് മനസ്സോർന്ന് പറയാൻ പറ്റുമോ? എന്താണ് താൻ പറയുന്നത്? ഇന്നലെ രാത്രി മൂത്രം ഒഴിക്കാൻ പോലും സമയമില്ലാതെ 40 പോലീസ് സിറ്റി മുഴുവൻ നായ്ക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുമായിരുന്നു സാർ. എന്ത് സംഭവിച്ചു എന്നൊരു വാക്ക് പോലും നിങ്ങൾ ചോദിച്ചില്ല. അടികൊണ്ട പോലീസുകാരുടെ കൈ പോയോ കാല് പോയോ ജീവൻ പോയോ എന്ന് പോലും ചോദിക്കാതെ അവന്റെ പാർട്ടിക്ക് പോയി കുന്തളിക്കുമല്ലായിരുന്നു നിങ്ങൾ. നാണം ഉണ്ടോടാ തനിക്ക്? ആവശ്യമില്ലാതെ സംസാരിക്കരുത്. സഹദേവന്റെ ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് ചാകാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്തില്ലേ? സർവേക്കുള്ള ഏരിയയിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിന്റെ ഏരിയ ആണെന്നും പറഞ്ഞ് നീ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത് ഓർക്കുന്നുണ്ടോടാ? എന്താടോ, എന്താ ഇവിടെ നടക്കുന്നത്? ഏത് നാട്ടുകാരാ നിങ്ങൾ? ആരാ നിനക്കൊക്കെ ജോലി തന്നത്? ഇന്നലെ നീ സർക്കാരിനോട് കാണിച്ച ദ്രോഹത്തിന് എന്റെ ജോലിയെല്ലാം രാജിവെച്ച് ആ സിറ്റി കൂടെ നിന്നെ ഓടിച്ച് വെട്ടിയെറിഞ്ഞ് കൊല്ലേണ്ടതായിരുന്നു. ഈ ഇട്ടിരിക്കുന്ന യൂണിഫോമും ഈ സ്ഥലവും ബഹുമാനിക്കുന്നുണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുക. ഇനി ഡബിൾ ഗെയിം കളിച്ചാലുണ്ടല്ലോ, കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എന്താടോ, അവരെ വിടാൻ പറഞ്ഞതല്ലേ? പറഞ്ഞാ നീ അനുസരിക്കില്ല. ഇപ്പോ വിവരമില്ലാത്ത പിള്ളേര് സ്റ്റേഷൻ തകർത്ത് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതാ പറയുന്നത്, മുതിർന്നവരുടെ വാക്ക് അതേപടി കേൾക്കണമെന്ന്. ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ നടന്ന അക്രമം സഹദേവന് വേണ്ടിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ആ നാടകം ഇന്റർനാഷണൽ ക്രിമിനൽ, ഡ്രഗ് ഡീലർ, നിനക്ക് കിലോ കണക്കിന് ബ്രൗൺ ഷുഗർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാമടാ. എന്താ ഡാനിയുടെ പേര് പറഞ്ഞപ്പോ വളവളാന്ന് വചനം പറഞ്ഞ നിന്റെ നാവ് കുഴയുന്നത്? ഭായ്, നീ അതിര് കടന്നിരിക്കുക. എന്റെ അഭിമാനത്തെയാ നീ ചോദ്യം ചെയ്തത്.
പോലീസ് ജോലി എനിക്ക് ദൈവത്തെ പോലെയാണ്. പോലീസ് സ്റ്റേഷൻ എനിക്ക് ക്ഷേത്രം പോലെയാണ്. അത് തകർത്തില്ല നീ. നീ നിയമം തെറ്റിച്ച് ഡാനിയെ പൊക്കിക്കൊണ്ട് പോയപ്പോലും ഞാൻ വിഷമിക്കില്ലായിരുന്നു. എന്റെ സ്റ്റേഷൻ തകർത്ത് നീ കൊണ്ടുപോയില്ലടാ. അതുകൊണ്ടാടാ അവന്റെ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഫയലിൽ വെക്കാതെ ഭദ്രമായിട്ട് എന്റെ പോക്കറ്റിൽ തന്നെ വെച്ചത്. വേണ്ട നരസിംഹൻ, ഡാനി ഒരു ബോംബ് പോലെയാ. തൊടുന്നതിന് മുൻപ് തന്നെ പൊട്ടിത്തെറിക്കും. വെടിവെച്ച് പൊട്ടിച്ചെതറുമെന്ന് പറയുമ്പോൾ പേടിക്കാൻ ഞാനൊരു ഓലപ്പാമ്പാണെന്ന് വിചാരിച്ചോടാ നീ. ഊര് വിട്ട് ഊര്, നാട് വിട്ട് നാട്, ലോകം ചുറ്റിക്കണ്ട് ലക്ഷ്യത്തിലെത്തിയ ഒരു നരസിംഹമാണ് ഞാൻ. നായേ! ആ ആഫ്രിക്കൻ കുരങ്ങ് എവിടെ പോയി ഒളിച്ചാൽ അവനെ പൊക്കിയെടുത്ത് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തും ഞാൻ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സിറ്റിയിൽ എല്ലായിടത്തും തൃശൂർ പൂരത്തിന്റെ പൊടി പോലുമായിരിക്കും. ആ വെടിക്കെട്ടെ നീ കത്തി ചാമ്പലാവും. രക്ഷപ്പെട്ടു പോയത് ഇന്റർനാഷണൽ ക്രിമിനൽ ഡാനിയാണോ? ഞാൻ പറയാം, ആ ബായിയൻ തങ്കരാജനെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് പ്രയോജനമില്ല സാർ. അറസ്റ്റിന് ശേഷം കോടതി, കേസ്, അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട് സാർ. ഇവന്മാരെ ഒതുക്കണമെങ്കിൽ ഒരു യഥാർത്ഥ പോലീസിനെ കൊണ്ട് ഒരിക്കലും ആവില്ല സാർ. കുറച്ച് ക്രിമിനൽ പോലീസായി മാറണം. നിയമങ്ങൾ അനുസരിക്കാത്ത ജന്മങ്ങളെ നിയമം നോക്കാതെ കാലും കൈയും തല്ലി ഓടിച്ചിടണം. ഇല്ല കഴുത്തറുത്ത് കൊല്ലണം. 4 പേര് കാണുക നടുറോട്ടി കൊണ്ടുവന്ന 40 പേര് ഭയക്കും, 400 പേര് നന്നാകും, 4000 കുടുംബം സന്തോഷിക്കും. ഇന്റർനാഷണൽ ക്രിമിനൽസുമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ സാധാരണ നിയമം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. അപ്പൊ പിന്നെ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് സഹദേവന്റെ കൂടെ ചേർന്ന് മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ഡാനി അടക്കമുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യണം സാർ. ഓപ്പറേഷനോ? ഓപ്പറേഷൻ ഡി. An operation beyond regular rules and formalities. Rule 1. Operation Commander can select any police personnel from any district in Kerala. Rule 2. Operation Commander below right question any individual in any place, any time, in any manner. Rule 3. The mode of operation will not disclose and not only to the commander. Rule 4. Rule 10. The commander is reservable only to the Chief Justice, Honorable Home Minister, Honorable Chief Minister of State. ഓക്കെ, ഇത് ഞാൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. CM-നോട് ഞാൻ സംസാരിക്കാം. സർ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായാലും ഈ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം സാർ. ഈ നാട്ടിൽ തന്നെയാണ് സാർ ഞാൻ വളർന്നത്. എൻ്റെ കുടുംബം, സ്വന്തവും ബന്ധവും നല്ലതും ചീത്തയതെന്ന് എല്ലാം തിരിച്ചറിഞ്ഞത് ഈ നാട്ടിൽ നിന്നാണ്. ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ കളത്തിലിറങ്ങി ജോലി ആരംഭിച്ചതിന് ശേഷം ഒരടി ഞാൻ പിന്നോട്ടെടുത്ത് വെക്കേണ്ടി വന്നാൽ അതെന്നെ മാത്രമല്ല, ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും അവർ തിരിച്ചടിക്കും. കാരണം അത്രയ്ക്കും അറിവില്ലാത്ത മനുഷ്യമൃഗങ്ങളാണവർ. എന്തു പറയുന്നു മിസ്റ്റർ രാമനാഥൻ? പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഡി ആരംഭിക്കണോ? ഒരുപക്ഷെ നാളെ പ്രതിപക്ഷക്കാരും നമ്മുടെ കക്ഷിക്കാരും അതിനെക്കുറിച്ച് ചോദിച്ച ഞാൻ എന്തു മറുപടി പറയും? 8 മാസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ശമ്പളം പോലും ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യിച്ചില്ലേ? അത് നിയമപുസ്തകത്തിലുണ്ടായിരുന്നോ സാർ? അതോ പ്രതിപക്ഷത്തിനോട് ചോദിച്ചിട്ടാണോ ഇത് ചെയ്തത്? ശരി, എന്താന്ന് വെച്ചിട്ട്